നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, തിരുവല്ല MLA. അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. തിരുവല്ലയിൽ നിന്നുള്ള MLA 10,146 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അനൂപ് ആന്റണിയെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ ആദ്യമായി എത്തുകയാണ്. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ്. UDF ജില്ലാ ചെയർമാൻ, മുൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം, കന്നി അംഗത്തിൽ സഭയിലേക്ക് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. അഡ്വക്കേറ്റ് സേനാപതി വേണു എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 2016 MM മണിയോട് ഉടുമ്പൻചോലയിൽ 1109 വോട്ടുകൾക്ക് തോറ്റയാളാണ് സേനാപതി വേണു. പക്ഷെ അവിടെ നിന്ന് 2026 ആകുമ്പോൾ 20,021 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KK ജയചന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് ആദ്യ പ്രവേശം. MM മണിയുടെ കൊട്ട തകർത്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. മീഡിയ വക്താവാണ്, മികച്ച പ്രഭാഷകൻ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിലൊക്കെ പ്രാവീണ്യമുള്ള നേതാവ്. എലത്തൂരിൽ നിന്ന് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. AK ശശീന്ദ്രനെ 12,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് വിദ്യാ ബാലകൃഷ്ണൻ നിയമസഭയിലേക്ക് എത്തുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ്, നിയമസഭയിൽ ആദ്യമാണ്. മുൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എലത്തൂരിലെ ഇടതു കോട്ട തകർത്തുകൊണ്ടാണ് വിജയം. ഏതു കാലത്തും AK ശശീന്ദ്രൻ അവിടെ നിൽക്കുകയാണെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കടുത്ത ഇടതുവിരുദ്ധ തരംഗത്തിൽ AK ശശീന്ദ്രനെ മലർത്തി അടിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് വിദ്യാ ബാലകൃഷ്ണൻ.